ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ ഗേൾസ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മേക്കപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് ഫൗണ്ടേഷനും കൺസീലറും. അപ്പൊ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് നല്ല കവറേജ് കിട്ടുന്ന രീതിയിൽ നാച്ചുറൽ ലുക്കോടെ ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മേക്കപ്പ് ഒന്നും ഇല്ലാത്ത എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നിന്റെ അവസ്ഥ ഇതാണ്. ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ ഒരു പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസർ എന്നാണ്. നമ്മൾ ഫൗണ്ടേഷനും മേക്കപ്പ് എന്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ അക്വാസോഫ്റ്റിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. നല്ല ഡ്രൈ സ്കിൻ ആവുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൂക്കിന്റെ രണ്ട് സൈഡ്, കൂടുതൽ ഡ്രൈ ആവുന്ന ഏരിയ പറഞ്ഞാൽ ഈ മൂക്കിന്റെ രണ്ട് സൈഡ്, അതുപോലെ അണ്ടർ ഐ, പിന്നെ വായുടെ ഈ രണ്ട് സൈഡ്, ഫോർഹെഡ്, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നെക്കിനടക്കായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് ഒഴിവാക്കരുത്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഫുള്ളായിട്ട് നമുക്കൊരു കവറേജ് കിട്ടണമെങ്കിൽ, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും നെക്ക് അടക്കം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളെ ഫേസ് ഒരു രീതിയിലും നെക്ക് വേറൊരു രീതിയിലും നിൽക്കും. അത് ഭയങ്കര ബോറാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അപ്പൊ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് പ്രൈമറിലേക്കാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രൈമർ ഞാൻ വേറെ വാങ്ങിക്കാറുണ്ട്. ഞാൻ ഭയങ്കര ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ നോർമലി മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എൻ്റെ അലോവേര ജെല്ല് തന്നെയാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോയിലും മേക്കപ്പ് വീഡിയോയിലും ഒക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ അലോവേര ജെല്ലാണ് മെയിൻ ആയിട്ട് പ്രൈമറായിട്ട് യൂസ് ചെയ്യാറ്. ഇത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. ബേസ് ആയിട്ട് നമ്മൾ ഈ ഒരു അലോവേര ജെല്ല് കൊടുക്കുകയാണ് അതിന്റെ മുകളിലേക്ക് ഫൗണ്ടേഷൻ ഇതൊക്കെ വരുമ്പോൾ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ആ കെമിക്കൽസ് ഒന്നും അത്ര അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ പ്രൈമറായിട്ട് അലോവേര ജെല്ല് ഈ മോയ്സ്ചറൈസറിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രൈമർ കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇനി ഞാൻ പോകുന്നത് കൺസീലറിലേക്കാണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഫ്ലോലെസ് സ്കിന്നാണെങ്കിൽ, ഒരു കുത്തോ കൊമ്മയോ ഒന്നും ഇല്ലാതെ, പിമ്പിൾസോ മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയുള്ള നല്ലൊരു സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തതിന് ശേഷവും ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നോർമൽ പ്രൊസീജിയർ. ഇത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ, എൻ്റെ ഫേസിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ അല്ലാത്തവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് LA ഗേളിൻ്റെ കൺസീലറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഷെയ്ഡ് മീഡിയം ബേജ് ആണ്. എൻ്റെ സ്കിന്നിൽ ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ്റെ ഓൾമോസ്റ്റ് സെയിം ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ടിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൺസീലർ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്ലെൻഡ് ചെയ്യാൻ മീൻസ് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൺസീലർ ഇട്ടിട്ട് ഒരുപാട് ഇങ്ങനെ മായ്ച്ച് തേച്ച് കളയരുത്. അപ്പോൾ അത് ആ ഒരു കവറേജ് കിട്ടില്ല. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം.
കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡാർക്ക് സ്പോട്ട് ഒക്കെ നന്നായിട്ട് കവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫൗണ്ടേഷനിലേക്ക് പോണത്. അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതാ ഇവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ഇടാറ്. അത് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് നല്ലൊരു കവറേജ് തന്നെ നമുക്ക് കിട്ടും. ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ, ഒരു സൈഡിൽ കുറവ്, ആ രീതിയിലൊന്നും ആവില്ല. നല്ല ഫ്ലോലെസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് നമ്മളിപ്പോൾ ഒരു ഫുൾ ഡേ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ വേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു പ്രോബ്ലം അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ട് കിടക്കുക ആ ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ ഞാൻ ഈ ഒരു ബൗളിലെ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് ഇത് പിഴിഞ്ഞെടുക്കുകയാണ്. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 2-3 പ്രാവശ്യം ഇത് പിഴിഞ്ഞിട്ട് എടുക്കുകയാണ്. വെള്ളം മുക്കിയിട്ട് പിഴിഞ്ഞ്, ഇതിൽ കുറച്ച് പോലും വെള്ളം ബാക്കി ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഞാൻ കളയാണ്. ഇതിൽ വെള്ളം ബാക്കി നിൽക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ആ വെള്ളം കളയാം. ഈ ഒരു ബ്ലെൻഡർ ഞാൻ എന്തിനാണ് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, ഇനി അടുത്ത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കവറായിട്ട് കിട്ടും. ഇത് ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കവറേജ് കിട്ടാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയാണ് നമ്മൾ ഫൗണ്ടേഷനിലേക്ക് കടക്കുന്നത്. ഞാനിവിടെ എൻ്റെ നൈക്കയുടെ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഷെയ്ഡ് 09 ആണ് നമ്പർ. ഡെസേർട്ട് ഹണി എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ബേസ് യെല്ലോ ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ ഒന്നിക്കൽ യെല്ലോ ഷെയ്ഡിലായിരിക്കും നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ പിങ്ക് ഷെയ്ഡിലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഏത് ടോണിലാണോ ഉള്ളത് ആ ഒരു ഇത് ബേസ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി. കൺസീലറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി അറിയില്ല നിങ്ങൾക്ക്, അതെങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നാണെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്നോട് പറയാം. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. എൻ്റെ സ്കിന്ന് കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ കയ്യിലേക്ക് എടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ കോർണർ ഭാഗം യൂസ് ചെയ്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ നമുക്ക് എവിടെയൊക്കെയാണോ നല്ലൊരു കവറേജ് വേണ്ടത് അവിടെയൊക്കെ ഞാൻ സ്പോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അണ്ടർ ഐസ് ഇവിടെ ഒഴിവാക്കുന്നുണ്ട്. ഐൻ്റെ ഫുൾ ഏരിയ ഞാൻ ഒഴിവാക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസൊക്കെ ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡോട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കഴുത്തു നിന്നാണ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസിലേക്ക് ഇങ്ങനെ വരും. ഫൗണ്ടേഷൻ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ മൂക്കിന്റെ ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിന്റെ കോർണർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ പോലെ കിടക്കും. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇയറിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. എല്ലാ ഭാഗവും ഒന്ന് കവറായിട്ട് കിട്ടും നമുക്ക്. ഫൗണ്ടേഷനൊക്കെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും കൺസീലറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കൺസീലർ വീണ്ടും ഞാൻ LA ഗേൾഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഷെയ്ഡ് മാറ്റാണ്. ഷെയ്ഡ് ഞാൻ ഇട്ട ഫൗണ്ടേഷനേക്കാളും കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള 1-2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള
കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്യുവർ ബേജ് കളറാണ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മൾ മെയിൻ ആയിട്ട് കണ്ണിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ഫൗണ്ടേഷനും അതിന് മുന്നേ കൺസീലർ അപ്ലൈ ചെയ്തപ്പോഴും കണ്ണിന്റെ ഏരിയയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ടാണ് കണ്ണിന്റെ ഏരിയയിലൊക്കെ ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ അടുത്തത് ഞാൻ കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ണിന്റെ ജസ്റ്റ് ഈ അടിയിൽ മാത്രം അല്ലെങ്കിൽ മുകളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊന്നിങ്ങനെ താഴേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും ഞാൻ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഈ ഒരു കോർണർ സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐയുടെ ഏരിയ ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൺസീലറും ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടർ ഐയും ഐ ലിഡും ഒക്കെ നന്നായിട്ട് കവർ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇനി ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇതാ ഇവിടെ ഞാൻ എൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട്. മേബിലിൻ്റെ കോമ്പാക്ട് പൗഡറാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡറാണ് ഉള്ളത് അത് യൂസ് ചെയ്യുക. പക്ഷേങ്കിൽ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കളറിലുള്ള പൗഡർ മാത്രം, നമ്മുടെ ഈ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ പോൺസിന്റെ, അങ്ങനെയുള്ള പൗഡർ യൂസ് ചെയ്യാതിരിക്കുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന്റെയും എല്ലാത്തിന്റെയും മൊത്തമായിട്ട് അത് കോളായി കിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫൗണ്ടേഷനും കൺസീലറും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കവറേജും നല്ലൊരു ഫ്ലോലെസ് ലുക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയില്ല, ജസ്റ്റ് ബേസ് മാത്രമാണ് കംപ്ലീറ്റ് ആയത്. ഫൗണ്ടേഷനും കൺസീലറും മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് ഐബ്രോസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് നല്ല കവറേജ് ആണ് കിട്ടുന്നത്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ വേർത്തിട്ട് ഫൗണ്ടേഷൻ അടക്കം ഒഴുകി പോകുന്ന ആ ഒരു പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.